ഡിസംബർ 31 അങ്ങനെ 2025 ഇന്ന് 12 മണിക്കുള്ളിൽ യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇനി 2026 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്തെല്ലാം പുകിലുകളായിരിക്കും വെച്ചിട്ടുള്ളത് ജീവിതത്തിലല്ലേ. ഓരോ വർഷം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും, ഈ വർഷം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ കുട്ടികളോട് പറഞ്ഞേക്കും, ഒരു 4-5 പേരേ ഉള്ളായിരുന്നു വൈകുന്നേരം. ക്ലാസ്സിലൊന്നും ആൾക്കാരില്ല, വെക്കേഷനല്ലേ, എല്ലാവരും ട്രിപ്പിലാണ്. ഞാൻ പറഞ്ഞ് 2025 അല്ലേ, എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. 26 ആകുന്നു, നന്നായിട്ട് ആലോചിക്കണം, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കണം, പഠിച്ചതും പഠിക്കാത്തതും എല്ലാം ആലോചിക്കണം. 2026 എനിക്കിങ്ങനൊന്നും ആയാൽ പോരാ, നല്ല രീതിയിൽ വേണം എന്നൊക്കെ ചിന്തിച്ച് നല്ല രീതിയിലുള്ള ഒരു വർഷം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എല്ലാം മറന്ന് കൂട്ടുകാരുടെ പിണക്കമൊന്നും വേണ്ട, പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്കൊരു കോൾ വന്നു, അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെയാണ്. ഇന്ന് അവിടെ ഒരു ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് വെച്ചാൽ എല്ലാവരും കൂടെ അടുത്തുള്ള വീട്ടുകാർ. അപ്പോൾ നിങ്ങളെ മാത്രം എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? കാരണം അവിടെ പാട്ടും ബഹളമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കത്തില്ല എന്താണ് അവിടെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വരണം, വൈകിട്ട് വല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 7:15-7:30 ആകും ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നത്, അത്രേ ഉള്ളൂ. പറഞ്ഞു വരണം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെറിയൊരു നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതായിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോകണം. കുറച്ച് നേരം ആ പിള്ളേരുടെ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങ് പോരണമെന്ന് വിചാരിച്ചിരിക്കുക. ന്യൂ ഇയർ എല്ലായിടവും അല്ലേ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം. എറണാകുളം കൊച്ചിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാവരും തിരക്കിൽ പെടുമ്പോഴത്തേക്കും ഈ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, പല കാരണങ്ങൾ. നമ്മളവരെക്കുറിച്ചും ഓർക്കുക, പിന്നെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തും ചെയ്യാമെന്നുള്ള ചിന്തകളും വേണ്ട, തെറ്റുകളിലേക്കൊന്നും പോകാതിരിക്കുക. എന്ത് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമ്മൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ചിലത് നമ്മളെ വീണ്ടും നമ്മുടെ മനസ്സ് പറയും ശരിയാണോ, ഒന്നുകൂടെ ചിന്തിക്കണോ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക. തീരുമാനം എടുത്തു ഇതിങ്ങനെയാണ് എന്ന് മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറരുത്, ആരെയും ചതിക്കരുത് എന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഈ വർഷം എന്തൊക്കെ സംഭവിച്ചാലും, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ആരെയും ചതിക്കില്ല, വഞ്ചിക്കില്ല, നേരായ മാർഗത്തിലൂടെ ജീവിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിൽ തീരുമാനം എടുത്താൽ, ഓരോരുത്തരും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ അകന്നകന്ന് പോവും. സൗണ്ടൊക്കെ മാറിയെങ്കിലും കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ചുമയുണ്ടാവും, ആ ഒരു എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എൻ്റെയും മാനസയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവരും നന്നായിട്ടിരിക്കുക. ഓക്കെ.